എല്ലാവരും ഓടിപ്പോയോ. ഇവിടെ നല്ല മഴയാണ്. മഴയത്ത് എല്ലാവർക്കും വിശപ്പുണ്ട്. അപ്പോൾ ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ. അപ്പം ഒരു ഏത്തപ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ ഏത്തപ്പഴം വെച്ച് ഒരു കുഴക്കട്ട ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ ഞാനൊരു 4 മീഡിയം രീതിയിലുള്ള ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. ഏത്തപ്പഴം നമുക്ക് പുഴുങ്ങാൻ വെച്ച് ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിലോട്ട് 3-4 ഏത്തപ്പഴം വെച്ച് പുഴുങ്ങി അത് പാകമായിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറുന്നതിന് മുൻപ് തന്നെ ഇത് നമുക്ക് പൊളിച്ചിട്ട് അത് നല്ല പോലെ നമുക്ക് കുഴച്ചെടുക്കണം. അത് നല്ല പോലെ കുഴച്ചെടുത്തിട്ട് ഇതിനാവശ്യമുള്ള സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അരിപ്പൊടിയും കൂടി വേണം. കുറച്ച് അരിപ്പൊടിയും ശകലം ജീരകവും ഏലക്കയും പൊടിച്ചതും ശർക്കരയും തേങ്ങയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പം ചൂട് കാരണം നമുക്ക് കൈകൊണ്ട് ഇത് കുഴയ്ക്കാൻ പറ്റത്തില്ല. അപ്പം തവി കൊണ്ട് നല്ലപോലെ ഉടച്ചെടുക്കണം. അപ്പം ഞാനാണെങ്കിൽ ഇതിനാവശ്യമുള്ള 1 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 മുറി തേങ്ങ അത് ചീനച്ചട്ടിയിലോട്ട് നല്ലപോലെ തീയിൽ ഞാനിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചവെള്ളം മാറുന്ന വരെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ശർക്കര പാനിയാക്കി വെച്ചേക്കുന്നതും കൂടി ഞാൻ അഴുക്കെല്ലാം അരിച്ച് കളഞ്ഞിട്ട് അത് എടുത്ത് ഈ തേങ്ങ നല്ലപോലെ വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പം ശർക്കര എൻ്റെ വെള്ള ശർക്കര ആയതുകൊണ്ടാണ് കളറ് ഇല്ലാത്തത്. പിന്നെ നിങ്ങൾക്ക് ഏത് ശർക്കര വേണമെങ്കിലും ഉപയോഗിക്കാം. ജീരകപ്പൊടിയും പിന്നെ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഇത് ചൂടോടെ ഇത് നമ്മൾ ശർക്കരയിലെ പാവ് എടുക്കുന്നത് ചെറിയ ചൂടോട് തന്നെ ഉരുട്ടിയില്ലെങ്കിൽ ഇത് പിന്നെ കട്ടിയായിപ്പോവും. അതുകൊണ്ട് ശകലം നെയ്യ് തടവിയിട്ട് കൈ ചൂടാവാത്ത രീതിയിൽ ചെറിയ ചൂടോട് തന്നെ ചെറിയ ബൗൾസായിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പം കഴിവതും ഇത് പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാൻ നോക്കണം. ഇല്ലെങ്കിൽ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. ഇത് ചൂട് മാറിയ കഴിഞ്ഞാൽ കട്ടിയാവാനും ചാൻസ് ഉണ്ട്. അപ്പം ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ആ ഏത്തപ്പഴം നല്ല പോലെ വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ശകലം അരിപ്പൊടിയും ശകലം ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ കുഴച്ചെടുക്കണം. അപ്പം കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ പിന്നെ നമ്മുടെ പഴത്തിൻ്റെ മയം കൊണ്ട് കുഴഞ്ഞില്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. ഈ പച്ചവെള്ളം ഉപയോഗിക്കാൻ പാടില്ല. അപ്പം കുഴച്ചിട്ട് ശകലം നെയ്യ് കയ്യെ തടവിയിട്ട് നമുക്ക് ചെറിയ ബൗൾസായിട്ട് എടുക്കണം. എടുത്തിട്ട് നടുക്ക് ഒരു കുഴി പോലെ ആക്കിക്കൊണ്ട് ഈ ബൗൾസ് നമ്മൾ ശർക്കരയും തേങ്ങയും കൂടെ എടുത്ത് വെച്ച ബൗൾസും കൂടി ഈ നടുക്ക് വെച്ചിട്ട് നമുക്കത് കുഴക്കട്ട രൂപത്തിൽ, കുഴക്കട്ട എങ്ങനെ ഉണ്ടാക്കുന്ന അതേ രൂപത്തിൽ നമുക്ക് എടുത്ത് അപ്പോൾ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ചെമ്മിൻ്റെ തട്ടിൽ ഒരു വാഴയില വെച്ചിട്ട് അതിൽ നമുക്കിത് പറക്കി വെച്ച് വേവിച്ച് കുഴക്കട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു ചെറിയ ആവി കിട്ടിയാൽ മതി. ഇത് പഴമൊക്കെ വെന്തതായതുകൊണ്ട് ഈ അരിപ്പൊടി വേകുന്ന ടൈം മാത്രം മതി. ബാക്കിയെല്ലാം വെന്ത ഐറ്റം ആയതുകൊണ്ട് നമുക്ക് ഇഡ്ഡലി ചെമ്മിൻ്റെ തട്ടിൽ വാഴയില വെച്ചിട്ട് ഇത് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നല്ല മഴയായതുകൊണ്ട് ചൂടോടെ ചായയുടെ കൂടെയൊക്കെ കുട്ടികൾക്കും ഒക്കെ എണ്ണ കൊടുക്കാതെ തന്നെ ഇത് ആവിയിൽ വേവിച്ചൊരു ലഘു ഭക്ഷണമായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഏത്തപ്പഴമൊക്കെ പഴം പുഴുങ്ങിയതും പഴംപൊരിയൊക്കെ കൊടുത്ത് പിള്ളേരെല്ലാം അത് കഴിച്ച് ശീലം ഉള്ളതുകൊണ്ട് ഇതൊരു വെറൈറ്റി ഫുഡായിട്ട്, വെറൈറ്റി സ്നാക്സായിട്ട് നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ ശർക്കര മാവ് വെച്ച് അത് ചേർക്കട്ടെ. എല്ലാം ചേർക്കുമ്പോൾ കൂട്ടാം. കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ 3 വയസ്സ് 5 വയസ്സ്